വെൽക്കം ബാക്ക് ടു ഇൻവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത് എന്താണെന്നും അതുപോലെ ഒരു സ്റ്റോക്കിന്റെ ബുക്ക് വാല്യൂ എന്താണെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നെറ്റ്വർത്തും ബുക്ക് വാല്യൂവും എന്താണെന്നും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നും അതുപോലെ ബുക്ക് വാല്യൂവിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല ബുക്ക് വാല്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആയ PB റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെയും ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൽ സ്റ്റോക്ക് പ്രൈസും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണെന്നുള്ളത്. സോ ആ എപ്പിസോഡ്സിൽ ഞാനൊരു കോഫി ഷോപ്പിൻ്റെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഞാനൊരു കോഫി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ നിന്ന് 10 ലക്ഷം രൂപ റേസ് ചെയ്തിട്ട്. സോ എൻ്റെ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് 10 ആയിരുന്നു. ആ ഓരോ ഷെയറിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു. സോ ആ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. ഇനി ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഭയങ്കര സക്സസ്ഫുള്ളായി. സോ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത് 1 കോടി രൂപയായി. അതായത് 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1 കോടി രൂപയിലെത്തി. ആ 1 കോടി രൂപ എന്ന് പറയുന്നത് കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. സപ്പോസ് ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 1.5 കോടി രൂപയും ആ കമ്പനിയുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് ആ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. സോ ആ അസറ്റ്സിൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇപ്പം 50 ലക്ഷം രൂപയുണ്ടെങ്കിൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുമാത്രമല്ല കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ലാൻഡോ പ്രോപ്പർട്ടിയോ ബിൽഡിങ്ങോ ഉണ്ടെങ്കിൽ അതിൻ്റെയും വാല്യൂ ആ അസറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപയാണ്. അതിൽ 25 ലക്ഷം രൂപ ബാങ്ക് ലോണാണ്. ബാക്കി 25 ലക്ഷം രൂപ പല വെൻഡേഴ്സിനായിട്ട് കൊടുക്കാനുള്ളതുമാണ്. സോ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 1.5 കോടി രൂപയും കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയാണെങ്കിൽ ആ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് കമ്പനിയുടെ നെറ്റ്വർത്ത് കിട്ടും. അതെന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. ആ നെറ്റ്വർത്ത് ആയ 1 കോടി രൂപ തന്നെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്നും പറയുന്നത്. സോ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ പ്ലസ് കമ്പനി ഇത്രയും വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്സുമാണ്. ആ പ്രോഫിറ്റ്സിൽ കമ്പനി ഡിവിഡൻ്റ് ആയിട്ട് പേ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല. സോ ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത് എന്നോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ് ആണ്. ആ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളിലുള്ള ക്യാഷ് ബാലൻസ് പ്ലസ് അവർ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, അവർ വേറെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, പിന്നെ അവർക്ക് കിട്ടാനുള്ള പൈസ, അതുപോലെ അവർ ഓൾറെഡി മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കാനുള്ള പ്രോഡക്ട്സിൻ്റെ വാല്യൂ, പിന്നെ കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ലാൻഡോ ഫാക്ടറിയോ മെഷീൻസോ വെഹിക്കിൾസോ ഉണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇനി ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഡിഫറെൻറ്റ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള പേയ്മെൻറ്റുകൾ, പിന്നെ കമ്പനി ബാങ്കിൽ നിന്ന് എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ്സ്, പിന്നെ കമ്പനി അടയ്ക്കാനുള്ള ടാക്സസിൻ്റെ ടോട്ടൽ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 100 കോടി രൂപയും അതുപോലെ ആ കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 50 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നെറ്റ്വർത്തോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 100 - 50 50 കോടി രൂപ വരും. ഇനി ആ കമ്പനിക്ക് ടോട്ടൽ 10 കോടി ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഓരോ ഷെയറിൻ്റെയും ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ആ നെറ്റ്വർത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആണ്. അതായത് 5 രൂപ വരും ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ 5 രൂപയാണെങ്കിലും സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാകാം, 20 രൂപയാകാം, 25 രൂപയാകാം, അല്ലെങ്കിൽ 50 രൂപയാകാം. അതെന്ന് പറയുന്നത് പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. സപ്പോസ് ആ കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 25 രൂപ എന്ന് വെച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണെന്ന്. സോ അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയുടെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ 25 രൂപ ഡിവൈഡഡ് ബൈ 5 ആണ്. അതായത് 5 ടൈംസ് വരും ആ കമ്പനിയുടെ PB റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ കമ്പനിയുടെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ബുക്ക് വാല്യൂവിൻ്റെ 5 ടൈംസ് ആണെന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ കമ്പനീസിൻ്റെയും അതുപോലെ MNCസിൻ്റെയും PB റേഷ്യോ എന്ന് പറയുന്നത് ബാക്കിയുള്ള കമ്പനീസിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ ഒത്തിരി ക്യാപിറ്റൽ വേണ്ട ബിസിനസ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓയിൽ ആൻഡ് ഗ്യാസും മെറ്റൽസും ഒക്കെ ആണെങ്കിൽ ആ കമ്പനീസിൻ്റെ PB റേഷ്യോ എന്ന് പറയുന്നത് കുറവുമായിരിക്കും. ഇനി ഒരു കമ്പനിയുടെ നെറ്റ്വർത്തോ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് 50 കോടി രൂപയും അതുപോലെ ആ കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറയുന്നതും 50 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ആ കമ്പനിയുടെ നെറ്റ്വർത്ത് ആണ്. ഈ കേസിൽ ആ കമ്പനിയുടെ ഡെപ്റ്റും നെറ്റ്വർത്തും 50 കോടി രൂപ തന്നെയാണ്. സോ 50/50 = 1 ആണ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ആ കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 50 കോടി രൂപ തന്നെയും പക്ഷേ ഡെപ്റ്റ് എന്ന് പറയുന്നത് 25 ക്രോർസും ആയിരുന്നുണ്ടെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 25/50 ആണ്. അതായത് 0.5 ആണ് അപ്പം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കമ്പനിയുടെ ലെവറേജ് ആണ്. അതായത് ഒരു കമ്പനിയുടെ ഓൺ ഫണ്ട്സിൻ്റെ എത്ര ടൈംസ് ആണ് അവർ ലെവറേജ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1 കോടി രൂപയും അവരുടെ ബാങ്ക് ലയബിലിറ്റി എന്ന് പറയുന്നത് 10 കോടി രൂപയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 10 ടൈംസ് ആണ്. അതെന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ്. കാരണം ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1ന് മേലെ പോകുമ്പം റിസ്ക് കൂടുതലാണ്. ഐഡിയലി 0 ഡെപ്റ്റ് കമ്പനീസ് ആണ് എപ്പോഴും നല്ലത്.
പക്ഷേ ഡെപ്റ്റ് ഉള്ള കമ്പനി ആണെങ്കിൽ ആ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഒരു 0.25 to 0.5 വരെയുള്ളതായിരിക്കും നല്ലത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് സീരീസ് ഒരു കോഫി ഷോപ്പിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ ഞാൻ പറഞ്ഞിരുന്നു ആ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 1 കോടി രൂപയാണെന്ന്. അതായത് ആ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 1.5 കോടി രൂപയും ആ കമ്പനിയുടെ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയായിരുന്നു. സോ ആ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 1.5 കോടി മൈനസ് 50 ലക്ഷമാണ്. അതായത് 1 കോടി രൂപ വരും ആ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ ആണെങ്കിലും കമ്പനിയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് 25 ലാക്സ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ആ കമ്പനിയുടെ നെറ്റ് വർത്തിൻ്റെ 1/4 മാത്രമേ ആവുന്നുള്ളൂ. അതായത് ആ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ 25 ലാക്സ് ബൈ 1 crore ആണ്. അതായത് 0.25 ആണ് ആ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കമ്പനി ഇപ്പം അവരുടെ അസറ്റ്സ് എല്ലാം വിറ്റിട്ട് അവരുടെ ലയബിലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. സോ ഒരു കമ്പനി ഇപ്പം ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നെറ്റ് വർത്ത് ആയിരിക്കും ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഷെയർ ഹോൾഡറിനും കിട്ടുന്ന എമൗണ്ടാണ് ഈ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 0യോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആകാം. ബുക്ക് വാല്യൂ 0 ആണെങ്കിൽ അതിനർത്ഥം ഒരു കമ്പനിയുടെ അസറ്റ്സ് എല്ലാം ലിക്വിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാനുള്ള എമൗണ്ട് മാത്രമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സിനൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല എന്നാണ് അതിനർത്ഥം. ഇനി ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ആ കമ്പനിയുടെ അസറ്റ്സ് മൊത്തം വിറ്റാലും അവരുടെ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂ ഇപ്പോൾ -100 ആണെങ്കിൽ അതിനർത്ഥം ആ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം അങ്ങോട്ട് 100 രൂപ കൊടുക്കണമെന്നല്ല, അതിനർത്ഥം ആ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനാണ് നഷ്ടമെന്നാണ്. ഇനി ബുക്ക് വാല്യൂവിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ഇപ്പം ആ കമ്പനിയുടെ ബുക്ക് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ അതിനർത്ഥം അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെന്നല്ല. കാരണം ഒരു ക്വാളിറ്റി സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിനേക്കാളും താഴെ പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. അത് വിപ്രോയുടെ സ്റ്റോക്കിൽ 80s സംഭവിച്ചുകൊണ്ടാണ് അന്ന് വിപ്രോയുടെ സ്റ്റോക്കിൽ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ 800 കോടി ആയത്. സോ ഒരു ക്വാളിറ്റി സ്റ്റോക്കിൻ്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ബുക്ക് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ കമ്പനി ഫണ്ടമെൻ്റലി വീക്ക് ആണെന്നുള്ളതാണ്. കാരണം ഈവൻച്വലി ആ ബുക്ക് വാല്യൂ വീണ്ടും താഴോട്ടായിരിക്കും പോകുന്നത്. സോ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ബുക്ക് വാല്യൂ വീണ്ടും സ്റ്റോക്ക് പ്രൈസിന് താഴെ പോകും. സോ ഒരു ഹ്യൂജ് ഡെപ്റ്റാണ് അതിന് റീസൺ എങ്കിൽ ഈവൻച്വലി ആ ബുക്ക് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും ആവുന്നത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും സൂസ്ലോണൊക്കെ. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും JP Associatesൻ്റെ കറണ്ട് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 2 രൂപ താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 5 രൂപയാണ്. പക്ഷേ അതുകൊണ്ട് അതൊരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നില്ല. കാരണം JP Associatesൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഡെപ്റ്റാണ്. സോ ഈവൻച്വലി ആ ബുക്ക് വാല്യൂ മേ ബി നെഗറ്റീവ് ആവുമായിരിക്കും. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി റിലേറ്റഡ് കുറച്ച് ടേംസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.